പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഡിസംബർ 31-നുള്ളിൽ പൂർത്തീകരിക്കേണ്ട ജോലികൾ നവംബറിൽ തന്നെ പൂർത്തിയാക്കി കൈമാറത്തക്ക വിധത്തിലാണ് ജോലികൾ പുരോഗമിക്കുന്നത്. ഇതിനകം 40% ജോലികൾ പിന്നിട്ടതായി നിർമ്മാണ കരാറുകാർ പറഞ്ഞു. പദ്ധതിയിട്ട പ്രകാരം നിർമ്മാണ ജോലികളിൽ മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. അതിവേഗ പൂർത്തീകരണത്തിനായി മൊത്തം നിർമ്മാണത്തെയും 3 ഭാഗങ്ങളാക്കി തിരിച്ചാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ഒന്നാം ഭാഗമായ മത്സ്യ മാർക്കറ്റിന്റെ സ്ലാബ് കോൺക്രീറ്റിംഗ് ജോലികൾ ഇതിനകം പൂർത്തീകരിച്ചു. പ്രവേശന കവാടം ഉൾപ്പെടുന്ന 2 നില ഭാഗത്തിന്റെ ആദ്യ നിലയുടെ മേൽക്കൂര കോൺക്രീറ്റ് ചെയ്യാനുള്ള ഷട്ടറിംഗ് ജോലികളും 3-ാം ഭാഗത്തിന്റെ ഫൂട്ടിംഗ് ജോലികളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഫിഷ് മാർക്കറ്റിൽ ഇഷ്ടിക കെട്ടുന്ന ജോലികളും വൈദ്യുതീകരണ ജോലികളും ഉടൻ തുടങ്ങാനാവും. നിലവിൽ ലക്ഷ്യമിട്ട പ്രകാരമുള്ള നിർമ്മാണങ്ങൾ കൃത്യമായി പുരോഗമിക്കുന്നുണ്ട്. ഒക്ടോബറിൽ പൂർത്തീകരിച്ച് നവംബറിൽ നഗരസഭയ്ക്ക് കൈമാറാനാണ് നീക്കം. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നിർമ്മാണം തുടങ്ങിയത്. സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനാണ് ആധുനിക രീതിയിൽ മാർക്കറ്റ് നിർമ്മിക്കുന്നത്. 21,000 ചതുരശ്ര അടിയിൽ 146 തൂണുകളിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. കിഫ്ബിയുടെ 5,65 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുനലൂരിന് പുതിയ ചന്ത പണിയുന്നത്. 37 കടകൾ, 25 മത്സ്യ സ്റ്റാളുകൾ, 24 ഉണക്കമീൻ സ്റ്റാളുകൾ, വഴിയോര കച്ചവടക്കാർക്കായി 33 സ്റ്റാളുകൾ, 2 ഗോഡൌണുകൾ, ശൗചാലയങ്ങൾ തുടങ്ങിയവ ഇവിടെ നിർമ്മിക്കും. തമിഴ്നാട്ടിലെ സേലം ആസ്ഥാനമാക്കിയുള്ള BPM പ്രോജക്ട് എന്ന കമ്പനിയാണ് കരാറുകാർ. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.